ഫ്രണ്ട്സ്, സാത്വിക് കാറ്റേഴ്സിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ കുറച്ച് ലേറ്റായി വീഡിയോസ് ഇടാൻ, കുറച്ച് പണിത്തിരക്കിലായിരുന്നു, ഓർഡേഴ്സ് ഉണ്ടായി, അതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ പാവഭാജി. അതിന് വേണ്ടിയുള്ളത് 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, 1 കപ്പ് ഫ്ലവർ, 2 ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാപ്സിക്കം, 3 സവാള ചെറുതായി അരിഞ്ഞത്, 15 അല്ലി വെളുത്തുള്ളി, 12-15 അല്ലി ആകാം, ചെറുപ്പം വലുതനുസരിച്ച്, 4 തക്കാളി, 4-5 തക്കാളിയാണ്, പുളി അനുസരിച്ചിട്ട്. 5 തക്കാളി വലുതാണെങ്കിൽ 4 എടുക്കാം, ചെറുതാണെങ്കിൽ 5 എടുക്കാം. 2 പച്ചമുളക്. ഞാൻ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളയാണ് വീട്ടിലുണ്ടായിരുന്നത്, വെള്ളയാണ് എടുത്തേട്ടാ. വെള്ളയാകാം പച്ചയാകും. 1 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചതിൽ തലേദിവസം കുതിർത്തിട്ട് കുക്കറിൽ വേവിച്ചതിൽ എല്ലാ പച്ചക്കറി കഷ്ണവും ചേർത്ത് കൊടുക്കാം. ഫ്ലവർ ചേർത്ത്, ഉരുളക്കിഴങ്ങ് ചേർത്ത്, ക്യാരറ്റ് ചേർത്ത്, ഞാൻ ഇതിൻ്റെ പുറകെ ബീട്രൂട്ട് ചേർത്ത്, ഇത്തരം പച്ചക്കറി എല്ലാം സാധനം കേട്ടോ, നല്ലതാണ്. പിള്ളേർക്ക് ഏറ്റവും ബെസ്റ്റ് ഫുഡാട്ടോ ഇത്. പിന്നെ നമ്മൾ ഓയിലോ അങ്ങനത്തെ ഒന്നുമില്ല, നെയ്യിലാണ് ചെയ്യണം. വെള്ളം ഒഴിക്കാം, ഉപ്പിടാം, ഇത് വേവിക്കാൻ വെക്കാം. വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് അടുത്ത പണിയിലേക്ക് കടക്കാം. ഇനി പാൻ ചൂടാക്കാൻ വെച്ചതിൽ ഈ വെളുത്തുള്ളി 12-15 അല്ലി, 2-3 പച്ചമുളകുകൾ ഇടിച്ചിടുക. പാൻ ചൂടായാൽ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മഴയാണ്, കട്ടയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റൗവിൻ്റെ അടുത്ത് വെച്ചിരുന്നത്, അതാണ് ആ ഉരുകിയിരിക്കുന്നത് കേട്ടോ. ഇനി നെയ്യിലേക്ക് നമുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഓയിലാണ് ഉണ്ടാക്കുന്നത്, നെയ്യിലേക്ക് നമുക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ സവാള ഇട്ട് കൊടുക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പരമാവധി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം, പെട്ടെന്ന് സവാള പാടാൻ. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ, ചെറിയ സ്പൂണാണ് കേട്ടോ, ടീസ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ആ 4 തക്കാളി വലുത് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ, ഇത് ടേബിൾ സ്പൂണാണ്, വലുതാണ്, ടേബിൾ സ്പൂൺ പാവഭാജി മസാല ഇട്ട് കൊടുക്കും. ഇനി അത് നന്നായിട്ട് കണ്ട എണ്ണ തെളിഞ്ഞ് വേണം, തക്കാളി നന്നായിട്ട് വാടി ഇങ്ങനെ എണ്ണ തെളിഞ്ഞണ്ട, എണ്ണ എളിയുന്നതിലേക്ക് നമുക്കിനി ഇത് പച്ചക്കറി മൊത്തം വേവിച്ചത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് കണ്ട വെജിറ്റബിൾ മാഷറിനായിട്ട് മാഷ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മാഷ് ചെയ്ത് ഉടച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കും ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഷെയർ ചെയ്യണം, പരമാവധി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോസ് ഇടാനും റെസിപ്പീസ് ഇടാനും അതിനുള്ള പ്രചോദനം. മലയാളം അറിയാമല്ല, കുറച്ച് പ്രശ്നമാണ്, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നന്നായിട്ട് ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്ത് വേണ്ട. എന്നിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു 2 ഗ്ലാസ്. അത് കുറച്ചിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കും. നമുക്ക് ഏത് കൺസിസ്റ്റൻസിയിൽ സാധനം വേണം ആ കൺസിസ്റ്റൻസിയിൽ എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ലൂസായിട്ട് വേണം ലൂസായിട്ട് എടുക്കുക, തിക്കായിട്ട് വേണമെങ്കിൽ തിക്കായിട്ട് എടുക്കുക. മീഡിയമായിട്ട് എടുക്കണതാണ് ഏറ്റവും നല്ലത് ഇത് കേട്ടോ. മീഡിയം ലെവലിൽ എടുക്കണതാണ് നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ കണ്ട, കുറച്ചും വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് കണ്ട തിളച്ച് സെറ്റായി വരും, നല്ല മണം വരും. അപ്പോൾ നമുക്ക് മല്ലിയില അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. നന്നായിട്ട് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് പിന്നെ മിക്സ് ചെയ്യും. കഴിഞ്ഞു. അപ്പോൾ മുംബൈ പാവഭാജി ഈസ് റെഡി ടു സെർവ്. 2 പാവ്, സവാള, നാരങ്ങ. അപ്പോൾ എല്ലാവരും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം. താങ്ക് യു.